Welcome everyone to Asian Bachelor's Kitchen Season 3 powered by DAC and Persil. കഴിഞ്ഞ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഒരു ഡിസാസ്റ്ററാണ് ഇവിടെ സംഭവിച്ചത്. ആ ഡിസാസ്റ്ററിന്റെ പേരായിരുന്നു ഉപ്പുമാവ്. ഒരു സൈഡില് എരിവ് കൊണ്ട് നമ്മളെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ മറ്റേ സൈഡിൽ ഉപ്പ് കൂട്ടി തന്ന് പ്രഷർ കൂട്ടി കൊല്ലാനുള്ള ഒരു ശ്രമമായിരുന്നു. രണ്ട് സൈഡിൽ നിന്നും വളരെ സംഘടിതമായ ഒരു ആക്രമണം നമ്മുടെ ഷെഫിനെതിരെ നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഷെഫിന് ഇരുട്ടടി പലയിടത്തുനിന്നായി കിട്ടിയതായിട്ടുള്ള അറിവുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന അടിമക്കണ്ണ് കുറച്ചേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് അറിവുണ്ട്. ഇതിനൊക്കെ പുറമെയാണ് ഫുഡ് പോയിസണിങ്ങിലൂടെ ഷെഫിനെ കൊല്ലാനുള്ള ശ്രമം, അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ കൂട്ടത്തിൽ എങ്ങനെയാണ് ഷെഫ് കണ്ടുപിടിക്കാൻ പോകുന്നത്? ആ സംഭവം കഴിഞ്ഞ് ഇവരത് നമ്മൾ പറഞ്ഞപ്പോഴേ ഒരു മുളക് ഇട്ടുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവര് കുടിച്ച വെള്ളം അത്രയും തുടങ്ങി. എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടാക്കിയിട്ട്? മുളകിന് ഭയങ്കര എരിവായിരുന്നു. മുളകിന് ഭയങ്കര എരിവായിരുന്നു, ഉപ്പുമാവിനല്ല. അവര് കുടിച്ച വെള്ളം പോട്ടെ, നമ്മള് ടേസ്റ്റ് ചെയ്ത് നമ്മളെ പൊന്നെ ഞാൻ പറയട്ടെ. പക്ഷെ അവിടെ നീ മറ്റേ ഇതാണ് ഈ രണ്ടും എന്താണെന്ന് വെച്ചാൽ ചെകുത്ത കടൽ, അതത്രേ പറയാനുള്ളൂ. അപ്പോ എന്ത് പറ്റി ലെനിൻ? എന്താ നഖം കടിച്ച് തിന്നുന്നത്? അല്ല, എന്റെ കോൺഫിഡൻസ് മുഴുവൻ പോയി. നേരത്തെ ഉണ്ടായിരുന്നു? അതെ. ആണോ? അറിഞ്ഞിരുന്നില്ല. അല്ല, ഞാൻ എളുപ്പം എന്ന് വിചാരിച്ച സാധനം ഇങ്ങനെ ആയിപ്പോയി. അതാണ് നമ്മൾ ഓവർ കോൺഫിഡൻസ് ആണ്. ആദ്യമേ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, ശരി. നമ്മുടെ ഷെഫിനോട് ചോദിക്കട്ടെ. ഷെഫേ, എനിക്കറിയാം വിഷമത്തോടു കൂടിയാണെങ്കിലും ഇതിനുള്ള കമന്റ്സ് 2-3 പറയാൻ പറ്റുമോ? രണ്ടുപേരും ആത്മാർത്ഥമായിട്ട് നമ്മളെ ഉപദ്രവിച്ചു, അല്ലേ? ഒരു സൈഡിൽ നിന്ന് നല്ലപോലെ. പക്ഷേ അത് പ്ലേറ്റിംഗ് കണ്ടപ്പോൾ ഞാൻ വെച്ചാൽ ഓക്കെ, ഏതാണ്ടൊക്കെ ഒരു സാധാരണ ഒരു ഉപ്മാവിന്റെ ഒരു കുഴപ്പമില്ലാത്തൊരു ലുക്ക് ഉണ്ടായിരുന്നു. മണ്ഡപം കളിച്ചാതെ പോട്ടെ, എന്തെങ്കിലും ചെയ്തല്ലോ. ഞാൻ വെച്ചൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് മനസ്സിൽ വിചാരിച്ചു. ഇപ്പോഴത്തെ സൈഡ് ഇതിനേക്കാളും കമ്പാരിറ്റീവ്ലി നോക്കി കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ സത്യം പറയാൻ, ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിങ്ങളെ പറഞ്ഞ് എൻ്റെ ഒരു പോസിറ്റിവിറ്റി ഒക്കെ ഞാൻ ഷെയർ ചെയ്തത് ഇതോടെ തീർന്നു എന്നുള്ളതാണ്. അതെ, ഷെഫിന്റെ ജീവിതം നിങ്ങൾ തകർത്തു. പക്ഷേ അടുത്ത കുറച്ച് നാളത്തേക്ക് വേറെ ഒന്നും ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്നാ പറഞ്ഞേ. ആ എരിവും ഉപ്പും കൂടി ചേർന്നിട്ട് പുള്ളിയുടെ ടേസ്റ്റ് ബഡ്സ് 2 അടിച്ചു. പുള്ളി പറഞ്ഞു ഞാൻ ഒന്നേ ഇട്ടുള്ളൂ, ഒന്ന് ചെറുതൊന്ന് വലുതൊന്ന് വണ്ണമുള്ളത് ഒന്ന് എല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ ആയി. വളരെ നന്നായിരുന്നു. എല്ലാ ടൈപ്പും മുളക് പുള്ളിയിട്ടുണ്ട്. അല്ല, എങ്ങാനും നമുക്ക് മിസ്സായി പോയാലോ എന്ന് ആലോചിച്ചിട്ട് ഗാർണിഷ് എന്താ അത് മുളകിന്റെ അല്ലി പൊട്ടിച്ച് ചുറ്റും ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്ങാനും കുറഞ്ഞു പോയാലോ എന്ന് പേടിച്ചിട്ടാ. പക്ഷേ ഇന്ന് അതുകൊണ്ടുണ്ടല്ലോ ഞാൻ ഇവരുടെയും കൂടി കാര്യം പറഞ്ഞിട്ട് പോകും. ഇല്ല, അവരുടെ ഓൾറെഡി വെള്ളപ്പൊക്കമായിരുന്നല്ലോ. അവരുടെ വെള്ളപ്പൊക്കമായിരുന്നു. ആ വെള്ളം അത്രയും ചേർത്തിട്ട് പോലും ഉപ്പ് എന്തായിരുന്നു അത്? നീ കൂടുതൽ അധികം പറഞ്ഞ് നമ്മൾ വെറുതെ സമയം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. കാണുന്ന വ്യൂവേഴ്സിനും അറിയാം ഇതിനൊരു പോയിന്റ് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ആർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കരമായിട്ട് ബയസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസിഷനായി പോകും. ഐ തിങ്ക് ദിസ് ടൈം ഐ എം നോട്ട് ഗോണ ഗിവ് എനി പോയിന്റ്സ് ടു എനി ടീം. രണ്ടുപേർക്കും പോയിന്റില്ലേ? അല്ല, ആർക്ക് കൊടുക്കും? മുതിൻ പറ. നമ്മൾ രണ്ടുപേർക്കും പോയിന്റില്ല. ആത്മാർത്ഥമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡിഷും കംപ്ലീറ്റ്ലി ഡിസാസ്റ്റർ ആയിരുന്നു. സത്യം കേട്ടോ. അത് ഉപ്പുമാവ് പോലെ വളരെ സിമ്പിളായിട്ട് എല്ലാവരുടെയും വീട്ടിൽ നമ്മളിവിടെ റെഗുലറായിട്ട് കഴിക്കുന്ന ഒരു സാധനമാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പോലും അതാണ് ഞാൻ പറയാന്ന് വെച്ചാൽ ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണല്ലോ ഉപ്പുമാവ്. അത് ഇങ്ങനെ കുളമാക്കാൻ പറ്റുമോ? നിങ്ങളത് എനിക്ക് തോന്നുന്നു അതാ പറയാം, ഓവർ കോൺഫിഡൻസ് പറ്റിപ്പോയതാണ്. എന്തായാലും ഷെഫിന്റെ ഡിസിഷൻ അതാണ് അൾട്ടിമേറ്റ്. നമ്മൾ അതിൽ കൂടുതൽ വേറൊന്നും പറയാനില്ല. ഫൈനൽ ഡിസിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേർക്കും, റെഡ് ടീമിനും ബ്ലൂ ടീമിനും 2 പേർക്കും ഈ റൗണ്ടിൽ പോയിന്റ് ഇല്ല. ഇപ്പോൾ ഫൈനൽ പോയിന്റ് റിമെയിൻ ചെയ്യുന്നത് ഇപ്പോഴും റെഡ് ടീം 2 പോയിന്റിലും ബ്ലൂ ടീം 1 പോയിന്റിലും നിൽക്കുകയാണ് കേട്ടല്ലോ. അടുത്തതിൽ ഇങ്ങനെ ഒരു ഡിസാസ്റ്റർസ് ആണ് പരിപാടിയെങ്കിൽ ഷെഫ് വളരെ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും കേട്ടോ. നമുക്ക് വേറെ ആൾക്കാരെ വെച്ചൊക്കെ മുമ്പോട്ട് പോകേണ്ട സാഹചര്യം വരും. പക്ഷേ ഷെഫേ, എങ്ങനെയാണൊരു നമ്മുടെ 7 സ്റ്റാർ ഉപ്പുമാവ്, ഉപ്പുമാവിൽ നമുക്കൊരു 7 സ്റ്റാർ വേണമല്ലോ അല്ലേ? ആ ഉപ്പുമാവിന്റെ 7 സ്റ്റാർ ഫീലോടുകൂടി അതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത്, ഉപ്പുമാവ് മാത്രം ഉണ്ടാക്കി എങ്ങനെ ഒരു പ്രൊഡക്ഷൻ കടത്തിലാവാം എന്നുള്ളത് നമുക്ക് ഇപ്പൊ അറിയാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് നിങ്ങളൊരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരണം. അപ്പോൾ ഒരു ബ്രേക്കിലേക്ക് കടക്കാൻ പോവാണ്. ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഷെഫിൻ്റെതായിട്ടുള്ള രീതിയിൽ ഉപ്പുമാവ് കൊണ്ടുവരും.
ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത പല വഴികളിലൂടെ സഞ്ചരിക്കും പുള്ളി ഒരു ബ്രാഹ്മണനെ പോലെ. അപ്പോ ആ സഞ്ചാരം കാണണമെന്നുണ്ടെങ്കിൽ തിരിച്ചു വരിക. അതിനുവേണ്ടി we'll take a short break. Asian Bachelor's Kitchen Season 3 powered by DAC and Personal. ഒരു short break. Welcome back everyone to Asian Bachelor's Kitchen Season 3 powered by DAC and Personal. Cooking time ആയി കഴിഞ്ഞു. കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഇതെന്താണ്? ഉപ്പ് ഉണ്ടാക്കാനാണ് ഇത്രയും സാധനം? നിങ്ങളല്ലേ പറഞ്ഞ 7 സ്റ്റാർ സ്റ്റൈൽ ആണെന്ന്. സോ ഐ ആം ജസ്റ്റ് മേക്കിംഗ് ഇറ്റ് സംതിങ് വെരി സ്പെഷ്യൽ ഫോർ യു. മനസ്സിലായി. പാവല്ലേ നമ്മുടെ പ്രൊഡക്ഷൻ. ഇത് എന്ത് വെച്ചിട്ട് ഉപ്പുമാവ്? റവയില്ലല്ലോ. അതാണ് ഇന്നത്തെ സ്പെഷ്യാലിറ്റി. അതെന്താ? നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കിനുവ ഉപ്പുമാവാണ്. കിനുവ വെച്ചിട്ട് ഉപ്പുമാവ്? അയ്യോ, അതാ ഇരിക്കുന്നല്ലോ കിനുവ. അതെ, പക്ഷെ ഇത് വേവിക്കണ്ടേ? കിനുവ വേവിക്കണ്ടേ? വേവിക്കണം. വേവിക്കാൻ നമുക്ക് ആളുണ്ടല്ലോ. മറ്റേ അടിമയായിരിക്കും. അങ്ങനൊന്നും പറയല്ലേ എന്നെ മിഥുനെ. നിസാം പ്ലീസ് കം. ഇത്ര സ്വീറ്റായിട്ടൊക്കെ വിളിക്കുവോ? കിനുവ. കുണുവേ? കിനുവ. കിനുവ. ഇത് നമുക്കൊന്ന് ബോയിൽ ചെയ്തുകൊണ്ട് വരണം. എന്താ ഈ കിനുവ എന്ന് പറഞ്ഞാൽ? കിനുവ എന്ന് പറഞ്ഞാൽ അറിയില്ല? ഇല്ല. ലോകമെമ്പാടും ഡയറ്റ് ഫോളോ ചെയ്യുന്നവരും ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുന്നവർക്കും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമൃതമാണ്. കിനുവ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ സൗത്ത് അമേരിക്കൻ ഗ്രെയിൻ, പെരുവിയൻ, മെക്സിക്കൻ. അത് അവരുടെ ഒരു ഏൻഷ്യൻ ഫുഡാണ്. അത് നമുക്ക് തന്നെ ഒരു ഇപ്പം ഹെൽത്ത് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്പർ 1 സാധനമാണ് കിനുവ. അല്ല, എന്താ ഉണ്ടാക്കണേ? ഇതൊന്ന് ബോയിൽ ചെയ്ത് തരൂ. നമുക്കിത് വെച്ചൊരു ഉപ്പുമാവ് ഉണ്ടാക്കണം. ഉപ്പുമാവാ നമ്മളെ നാട്ടിലൊക്കെ കിട്ടണേ? സെയിം ആ ഉപ്പുമാവ്. ഇതിനാണ് ഈ കിനുവ കുണുവ എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ കുറച്ച് ഓവറാട്ടോ. ഇവനൊരു ശകലം ഓവറാകുന്നു. അല്ല, അവൻ പറഞ്ഞതിൽ തെറ്റ് പറയാൻ പറ്റില്ല. ആര് കണ്ടാലും ഉപ്പുമാവൻ ഇത് ഇച്ചിരി ഓവറാണെന്നേ പറയുള്ളൂ. പിന്നെ കിനുവ ഉപ്പുമാവ് എന്നുള്ളത് കൊണ്ട് നമുക്ക് കിനുവ വേറെ എന്തെങ്കിലും ഒരു പേരിട്ടായിരിക്കും വെളിയിൽ പ്രസന്റ് ചെയ്യേണ്ടി വരിക കേട്ടോ. പിന്നെ സിനിമ ഇടാം. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പൊന്നെ ഞാൻ പോവാട്ടോ. നിങ്ങളാ മറ്റേ ഇവരുടെ കൂടെയൊക്കെ കൂടിയിട്ട് ഭയങ്കര താഴോട്ടുള്ള വളർച്ചയാണ് കേട്ടോ നിങ്ങൾക്ക് കേട്ടോ. അപ്പൊ ആദ്യം എന്ത് ചെയ്യുന്നു? നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഓൾറെഡി ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ നമുക്ക് കുറച്ച് മഷ്റൂം, കുറച്ച് പെപ്പർ, ബെൽ പെപ്പേഴ്സ് ഒന്ന് ചോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി സാധനങ്ങൾ. ഇതെന്തോ ക്രാൻബെറി ആണോ? ഡ്രൈഡ് ക്രാൻബെറീസ് അല്ലേ? ഓ, അടിപൊളി. നമ്മൾ കിനുവ പ്രത്യേകിച്ച് അതൊരു സാലഡ് ആക്കിയാലും ഇപ്പൊ നമ്മൾ ഉപ്മാവ് ആക്കുമ്പോഴും അതിനകത്ത് ചെറിയൊരു സ്വീറ്റ് ടേസ്റ്റ് ഭയങ്കരമായിട്ട് അതിനെ കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. സോ ഒന്നുകിൽ നമ്മൾ ക്രാൻബെറിയാണ് എൻ്റെ ഫേവറേറ്റ്. ഇപ്പോൾ ക്രാൻബെറി ഇഷ്ടമല്ലാത്തൊരു അല്ലെങ്കിൽ അവൈലബിൾ ആണെന്നുള്ള തോന്നുവാണെങ്കിൽ യു കൻ ഓൾവേസ് യൂസ് റീസിൻസ്. പീനട്സ് വെച്ചിട്ടുണ്ടല്ലോ. ഉപ്പുമാവല്ലേ? ഉപ്പുമാവിന്റെ ഏറ്റവും അവസാനം ഒരു ഇച്ചിരി അല്ലേ കടല വറുത്തിട്ടാൽ അത് ക്രഞ്ച് അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം മഷ്റൂംസ് ചെയ്യണോ? അതോ മഷ്റൂംസ്, പെപ്പർ എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തിടാം. ഇത് ഒരു ഹെൽത്തി ഒരു കംപ്ലീറ്റ് മീലാണിത്. നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വെജിറ്റബിൾസ്. സത്യം, കാരണം ഇഷ്ടംപോലെ വെജിറ്റബിൾസ്. എന്തിന്? പോംഗ്രനേറ്റ് ആരൽസ് എടുത്ത് വെച്ചിരിക്കുന്നു. കുറച്ചൊന്ന് ഗാർണിഷ് ഒരു കളർ ആഡ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ഞാൻ കെയിലുണ്ട്. അതെ, കെയിലിട്ടുള്ള ഉപ്പുമാവ്. സാറിന്റെ കുണുവ അല്ല കണവ കിനുവ. താങ്ക് യു സോ മച്ച്. ഇത് എന്താണ് എന്റെ നിസാമ? ഇത് എന്താണ് ഇപ്പൊ ഈ ഒരു സാധാരണ കിനുവ ബോയിൽ ചെയ്തതിനാണ് ഇത്രയും? ഇതിനായിട്ട് ഇത് ഒരു ദിവസത്തൊന്നുമല്ല, ഇത് കുറേ ദിവസമുണ്ട്. ഇത് കോഫി ഉണ്ട്, പിന്നെ കേക്ക് ചോക്ലേറ്റ് ഉണ്ട്, നമ്മുടെ ചിക്കൻ സോസ് ഉണ്ട്, എന്തെല്ലാം സാധനങ്ങളുണ്ട്. അത് പോകണ്ടേ? ഈ കോഫിയൊക്കെ കഴിഞ്ഞ കടിച്ച് കൊഴിച്ച കോഫിയാണോ? അതുകൊണ്ടാണ് ക്ലീൻ ചെയ്യുമ്പോൾ ഇത് ഇടാത്തത്. ആറ് ചീത്ത എന്റെ പേരില്ലാതാക്കാനല്ലേ ഇവരിങ്ങനെയൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്. സത്യം, ഞാൻ ഫുൾ ഹൈജീനെ കുറിച്ച് പഠിപ്പിച്ച് ഇവിടെ വരുന്നവരെ പോകുന്നവരെ എല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. നീ എന്റെ കൂടെ ജോലി ചെയ്തിട്ട് ഈ പരിപാടി കാണിക്കുന്നുണ്ട്. ഇത് ഉള്ളതുകൊണ്ട് മാത്രമായിരിക്കും ഇനിയിപ്പോ അമേരിക്ക കൊണ്ടുപോകത്ത്. ഇനിയിപ്പോ അത് കറക്റ്റാ. ഇതിനെ കൊണ്ടുപോകില്ല. അടുത്ത വർഷം അടുത്ത വർഷം ചെയ്താ പോരെ? അത് ക്ലീൻ ചെയ്യണം, അതാണ് വേണ്ടത്. അത് മാത്രമല്ല ഓണില്ല ഞാൻ പറയണെന്ന് വെച്ചാൽ ഈ ഏപ്രിൽ എടുത്ത് ഇട്ടത് പുള്ളിയെ ബോധ്യപ്പെടുത്താനാണോ? അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു ക്ലീൻ ഏപ്രിൽ അല്ലേ ഇടേണ്ടേ? കിച്ചളി ഞാൻ മാറി. നിങ്ങളുടെ മറ്റേ മാജിക് കളിക്കും. ബോധ്യപ്പെടുത്താല്ലേ, എന്നെ നാണം കെടുത്താനാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എൻ്റെ സ്റ്റേറ്റ് മാറ്റി തരാം. ഓക്കെ, മാജിക് കാണണോ? അമേരിക്ക കൊണ്ടുവന്നല്ലേ, എൻ്റെ സ്റ്റേറ്റ് മാറ്റുന്ന മാജിക്കാ കാണിക്കും. ഓക്കെ, മാറ്റി തന്നാ മതി. ഇത് കൊള്ളാനാണ് പേഴ്സണൽ മാജിക്. ഈ മാജിക് എനിക്ക് പഠിപ്പിച്ചിരുന്നേ.
നിനക്ക് സ്ഥിരമായിട്ട് അറിയാവുന്നതാ. പേഴ്സിൽ നമ്പർ 1 ഓൺ ദ ടഫസ്റ്റ് സ്റ്റെയിൻസ്. മനസ്സിലായ? കറക്റ്റ്. അത് സത്യം, കാരണം ഞാൻ അനുഭവിച്ചറിഞ്ഞതാ. വെരി ഗുഡ്. എന്നാ ഇത് കൊണ്ടുപോയി അകത്ത് കുറച്ച് നേരം അനുഭവിച്ചോ. എന്റെ കുറച്ച് ഡ്രസ് ഉണ്ട്, അതൊന്ന് കഴുകിയിട്ട്. USA. യെസ്. അപ്പോൾ ഈ പാൻ ഞാൻ ചെറുതായിട്ടും ചൂടാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ച് പൈൻ നട്ട്സ് ആണ്, ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. വിൽ യൂസ് ഇറ്റ് ഫോർ ദ ഗാർണിഷിങ്. ഓക്കെ. ഇതെല്ലാം ഓപ്ഷനിലാണ്. കിനുവ എന്ന് പറയുമ്പോൾ നമുക്ക് മിക്സ് വെജിറ്റബിളും കുറച്ച് സീഡ്സും വേണമെങ്കിൽ മാത്രം ചേർത്ത് വേണമെങ്കിലും ചെയ്യാം. ഓൾറെഡി നമ്മൾ ഇതിനകത്ത് പീനട്ട്സ് ചേർക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ട് നമുക്കൊരു 5 സ്റ്റാർ സംഭവം ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊന്ന് പൊലിപ്പിച്ചത്. നമ്മൾ തുടങ്ങിയത് 7 സ്റ്റാറിലായിരുന്നു. സാധനങ്ങൾ ഇരിക്കുമ്പോൾ എന്താ കുഴപ്പം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഓരോന്നായിട്ട് എടുത്ത് കഴിക്കാൻ തോന്നും. അതുകൊണ്ടാണ് എല്ലാം വെള്ളം ചേർത്ത് ഇങ്ങനെ കുതിർത്ത് വെക്കുന്നത്. ഈ കോൺ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇതും ഈ പറഞ്ഞ പോലെ ഗാർണിഷ് ആണോ? അല്ല, ഇത് ഗോ ആസ് എ വെജിറ്റബിൾ ഇൻസൈഡ്. ഓക്കെ. അപ്പോൾ കിനുവ എടുത്ത് പതുക്കെ നമ്മുടെ ഹോം മെയ്ഡ് കണ്ടെയ്നറിലോട്ട് ഇടാം അല്ലേ, നമ്മുടെ വെസലിലോട്ട് ഇടാം. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താ അറിയോ? ഹോം മെയ്ഡ് അത് ഉപയോഗിക്കുന്നതേ സ്വിസ് ടെക്നോളജി അതുണ്ട്. സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള ടെക്നോളജിയാണ്. ഒട്ടും സ്റ്റിക്ക് ചെയ്യൂല. അതെ, ഒട്ടും സ്റ്റിക്ക് ചെയ്യില്ല. മാത്രമല്ല അതിന്റെ ഡ്യൂറബിലിറ്റി, അതിന്റെ ഫിനിഷ് ഒക്കെ പറഞ്ഞേ മതിയാവുള്ളൂ. ഡെഫിനറ്റ്ലി കുക്കിങ്ങിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമ്മൾ പാനൊന്ന് ചൂടാക്കി കുറച്ച് ഞാനിവിടെ യൂസ് ചെയ്ത ഗീ ആണ്. ഈ കാലിഫോർണിയ ഇല്ലേ, കാലിഫോർണിയ കാലിയാക്കാതെ വായി. ഇതെന്തെങ്കിലും കുറച്ച് ബാക്കി വെച്ചേര്. ഇതൊരു പാട്ട് പാടാൻ അറിയോ? പറയാം. പിന്നെ എന്നാൽ നല്ല ഏറ്റവും നീളമുള്ള ഒരു പാട്ട് പാടുമോ? അല്ല, കുറച്ച് പാടി കഴിഞ്ഞാൽ സാധനം ഇവിടെ ബാക്കി വെച്ചേക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കില്ലേ? വായിക്ക് എന്തെങ്കിലും കഴിക്കുമ്പോൾ പാടാൻ അറിയാവുന്ന കഴിവുള്ള ഒരാളാണ് ഞാൻ. ചവച്ചോട്ട് പാടും. അപ്പോ ഈ ക്രാൻബെറി ഇപ്പൊ ആവശ്യമുള്ളതാണോ? അല്ല, അതിന്ന് തീർക്കൂ. കുറച്ച് കഴിച്ചു നോക്കാനായിരുന്നു. ടേസ്റ്റ് ചെയ്ത്. ആ, നല്ല ക്രാൻബെറി ആണോ അറിയണ്ടേ? നിങ്ങൾ വാങ്ങിച്ചു വെച്ചേക്കുന്നത് 7 സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, വേറെ ഡൂക്ലി ക്രാൻബെറി ഉണ്ടെന്ന് നടക്കും. ഇല്ല, 7 സ്റ്റാർ ആളാ വാങ്ങിക്കാൻ പോയത്. അറിയാലോ ആരാണ്. ഈ പൈനട്സ് നന്നായിട്ട് വറുത്തായിരുന്നോ? അതറിയാം, എനിക്ക് അറിയാനുണ്ട്. നല്ലതായിട്ടാണ് വറുത്തത്. എനിക്ക് വേറെ വെളി നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളെ നോക്കിയാൽ മതിയല്ലോ. ഒരുമാതിരി വെറുത്ത പോലെ സംസാരിക്കുന്നു. നമ്മൾ വറുത്ത കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകണേ. നമ്മൾ ആദ്യം കടുക് വറുക്കുന്നു. വെജിറ്റബിൾസ് എല്ലാം മിക്സ് ചെയ്ത് കുക്ക് ചെയ്തിട്ട് പിന്നെ കിനു ഓൾറെഡി കുക്ക്ഡ് ആയത് കാരണം അത് നമ്മൾ ലാസ്റ്റിൽ ആഡ് ചെയ്യുന്നത്. മതി. ഓക്കെ, മതി. സ്ഥലം തരാം. ഇനി എന്താ വേണ്ടേ? ഇനി നമുക്ക് കിനുവയിലോട്ട് കിടക്കാം. അതോ മറ്റേ പെപ്പർ ഇടാം. yeah. നമുക്ക് ആദ്യം റോ ആയിട്ടുള്ള സാധനമല്ലേ ആദ്യം വേണ്ടത്? ആദ്യം പെപ്പർ ഇടാം. ക്യാരറ്റ്സ് ഇടാറുണ്ട്. ക്യാരറ്റ്സ് ഫുള്ള് വേണം. ക്യാരറ്റ്സ് പകുതി മതി. കിട്ടോ? അതും പകുതി കിട്ടോ? മതി. ഓക്കെ. ഇപ്പോൾ ക്രാൻബെറി എന്ന് പറഞ്ഞാൽ ഒത്തിരി ഡ്രൈ ആയതുകൊണ്ട് അതൊന്ന് സോഫ്റ്റ് ആവും. കുറച്ചുകൂടി വേണം. മതി. കഴിഞ്ഞ ഇപ്പം കഴിയും. ലുക്ക് അറ്റ് ദ കളർ. ബ്യൂട്ടിഫുൾ. അത്തപ്പൂക്കൾ ഇട്ടോ നമുക്ക് ഇരിക്കുന്ന സംഭവം കേല് ഇങ്ങനെ പിച്ചി ഇടണം. കറക്റ്റ്. അപ്പം നമ്മുടെ വെജിറ്റബിൾ റെഡിയാണ്. പിന്നെ ഇതിനകത്ത് സോൾട്ട് നമ്മൾ കുറച്ചിട്ടിട്ടുണ്ട്.
ഒരു കുറച്ച് ഞാൻ ബ്ലാക്ക് പെപ്പർ ആഡ് ചെയ്യാണ്. ഓക്കെ. പിന്നെ അഗെയിൻ കുറച്ച് നാടൻ രുചിയാണ് ആവശ്യമുള്ള എന്ന് ഉള്ള ആൾക്കാരാണെങ്കിൽ വി കൻ ഈവൻ ആഡ് ഗരം മസാല ഓക്കെ. ഓർ ദ വെരി നെക്സ്റ്റ് മൈ ഫേവറേറ്റ് ഇസ് കറി പൗഡർ. മദ്രാസ് കറി പൗഡർ കിട്ടുന്നില്ലേ, അതിൻ്റെ ഒരു സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ അതും നല്ല രുചിയാണ്. നാടനായി മാറും. തനി നാടൻ തനി എന്താ പറയുക ഒരു ഫ്ലേവറിൻ്റെ നല്ല ഫ്ലേവർ എൻഹാൻസ്മെൻ്റ് ആണ് അതുണ്ടാവുന്നത്. അതിങ്ങനെ ഇങ്ങനെ വെജിറ്റബിൾ ഇരിക്കുമ്പോൾ തന്നെ അതിട്ടിട്ട് ഒന്ന് വെജിറ്റബിളിൻ്റെ ആ ജ്യൂസസിനകത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഓക്കെ. നമ്മൾ പ്രത്യേകിച്ച് കറി മസാലയ്ക്കകത്ത് കുറേ ഗ്രീനി ആണ് എപ്പോഴും അത്, അല്ലെങ്കിൽ നമ്മുടെ വായിൽ ഇങ്ങനെ ആ കൊറിയണ്ടറിൻ്റെ ഒക്കെ മസാല കയറി കിടക്കുക. കറക്റ്റ്. ഇപ്പം ഇത് റെഡിയായി. നമുക്ക് നട്ട്സ് കുറച്ച് പോകുന്ന ആഡ് ചെയ്യാം. ഓക്കെ. ഇനിയാണ് ഇടുന്നത്. ഞാൻ ഈ തേങ്ങ ഉടക്കി സാമി എന്ന് പറയാൻ തുടങ്ങിയത് കാരണം കുറച്ച് നേരമായ പാവപ്പെട്ട കിനുവ അവിടെ ഇരിക്കുന്നു. ഫീലിംഗ് ലെഫ്റ്റ് ഔട്ട്. നൗ ദേ ആർ എ ഫാമിലി. അപ്പോൾ ഇതിൽ കാണുമ്പോൾ തന്നെ ഒരു ലെവലായിട്ടുണ്ട് അല്ലേ? അപ്പോൾ വി വിൽ വെയിറ്റ്. നമുക്ക് അവരെ ഇത് കാണിക്കാനൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിന് പ്ലേറ്റ് ചെയ്യാനുണ്ട്, പ്ലേറ്റ് ചെയ്ത് പ്രസന്റ് ചെയ്യാനുണ്ട്. വിൽ ടേക്ക് എ ഷോർട്ട് ബ്രേക്ക് ഓൺ ഏഷ്യനെറ്റ് ബാച്ചിലേഴ്സ് കിച്ചൺ സീസൺ 3 powered by DAC and Person. Welcome back to Asian Bachelor's Kitchen Season 3 powered by DAC and Person. Plating ആയോ? Plating time ആയോ? നമുക്ക് Last round എല്ലാം റെഡിയാണ്. ഇനി കുക്കിങ്ങിൻ്റെ ഭാഗമായിട്ടൊന്നുമില്ല. അത് ഓഫാണ്. ഓക്കെ. കുറച്ച് ഫ്രഷ് ഗ്രേറ്റഡ് കോക്കനട്ട് ഉണ്ട്. ഓക്കെ. അത് അതുപോലെ ഇട്ടു കൂടെ. ജസ്റ്റ് അത് എന്നിട്ട് മിക്സ് ചെയ്ത് മാത്രം മതി. ഓ, ഫ്രഷ് കോക്കനട്ടോ? അത് ഫ്രൈ ഒന്നും ഇല്ല അല്ലേ? ഒന്നും വേണ്ട. അത് ഫീൽ ചെയ്യണം അതിനകത്ത്. കറക്റ്റ്. അതിനാണ് ലാസ്റ്റ് വൺ വെച്ചിരുന്നത്. അപ്പോൾ സംഭവം നമ്മുടെ റെഡി ആയിട്ടുണ്ടേ. ഓക്കെ. നമുക്ക് പ്ലേറ്റിംഗ് കൊടുക്കാം. ശരി. കെയിൽ ഓൾറെഡി നമ്മളിൽ ഇരിക്കുന്ന എക്സ്ട്രാ കുറച്ച് ലീഫ് നമുക്ക് ഒരു ബേസ് ആയിട്ട് യൂസ് ചെയ്യാം. 7 സ്റ്റാർ ആക്കണമല്ലോ. അതെ, നമുക്ക് അല്ലേ പോയി. ഇപ്പം ഇതോടെയല്ലേ നമുക്ക് അത് കാരണം എന്ന് വെച്ചാൽ അവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞേക്കുന്നത് പ്രകാരമേ അതെ മാർക്കും കൊടുത്തിട്ടില്ല. വലിയ പ്രശ്നവും. അപ്പോൾ നമുക്ക് ഇതിനകത്തൊട്ട് ഒന്ന് ലോഡ് ചെയ്യാം. ഓ യാ, ലെറ്റ്സ് ലോഡ്. ആ കലക്കി. എനിക്ക് വയ്യ കിനുവ കേക്ക്. സോ നമ്മൾ ഇരിക്കുന്ന ബാക്കി സാധനമാണ് ഇവിടെ വരാൻ പോകുന്നത്. കേട്ടോ, ലുക്സ് ആണെങ്കിലും പിന്നെ നമുക്ക് സൈഡിൽ ഒരു ഓർമ്മയ്ക്കായിട്ട് ഇങ്ങനെ സാധനം ഉണ്ടായിരുന്നത്. പൈൻ നട്ട്സ്. പ്ലേറ്റിംഗ് കഴിഞ്ഞു. ടൈം ഫോർ ദ ടേസ്റ്റ് ടെസ്റ്റ്. ടേസ്റ്റ് ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്ലൂ ടീമിനെ റെഡ് ടീമിനെ വിളിക്കട്ടെ. ഓ യെസ്. വെൽക്കം ബാക്ക് ബ്ലൂ ടീം ആൻഡ് റെഡ് ടീം. വരൂ. യെസ്, ഓടി ആവേശത്തിലാണല്ലോ വരുന്നത്. ഇതെന്ന് വെച്ചാൽ മറ്റേ വാശിയാ. എന്താ അറിയോ, ഇത്രയും നമ്മളെ പറഞ്ഞ ആൾ എങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയണം അല്ലേ? അതാണ് വേണ്ടത്. സ്പൂൺ ഫോർ യു, സ്പൂൺ ഫോർ യു, സ്പൂൺ ഫോർ യു, സ്പൂൺ ഫോർ യു, സ്പൂൺ ഫോർ മീ. ഉപ്മാവല്ലേ പറഞ്ഞു? ഉപ്പുമാവാണ്. കിനുവ വെച്ചിട്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കിയിരിക്കുന്നത്. കിനുവ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അതെന്തുവാ? കിനുവ എന്താ പറ? സൂപ്പർ ഫുഡാണോ? ആ സൂപ്പർ ഫുഡാണ്. സൂപ്പർ ഫുഡാണല്ലോ. സൂപ്പർ ആണോ എന്നല്ല നമുക്ക് കഴിച്ചുകൊണ്ടിട്ട് അറിയാം. എന്താണ് കിനുവ? എനിക്കറിയാം. അറിയാൻ പാടില്ലേ? അതൊരു ഗ്രെയിൻ ആണ് ആക്ച്വലി. എന്താ കറക്റ്റായിട്ട് ലെഞ്ചിന് അറിയാം. എനിക്ക് പിന്നെ അറിയില്ലല്ലോ. എന്നാ കഴിച്ചു. അതാണ് റവയല്ല. കിനുവ എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഫുഡാണ്. അദ്ദേഹം പറഞ്ഞ പോലെ സൗത്ത് അമേരിക്കൻ ഒരു പൾസാണ്, ഒരു ഗ്രെയിൻ ആണ്. ട്രൈ, ലെറ്റ്സ് ഗോ. ശരിക്കും പിന്നെ ഓരോരുത്തരും ഓരോ സ്പൂൺ എടുത്ത് ആ പാവം കഷ്ടപ്പെട്ട് ഉണ്ടാക്കി ലിഞ്ചു എടുത്തു. ഷെഫ് സ്വന്തം ഫുഡ് കഴിച്ചു നോക്കണ്ടേ? പൊളിക്കോടാ ലിഞ്ചു? ഉപ്പും പുളിയൊന്നും ഇല്ലല്ലോ. ഇല്ല, ഉപ്പും പുളി ഇടുന്ന സാധനത്തിന് ഉപ്പുമാവെന്നല്ല പറയാറ്. നിങ്ങൾ ഇത്രയും ഉപ്പിട്ടത് കൊണ്ട് തന്നെ ഇനി ഉപ്പൊന്നും ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. See that? അമ്മേ അടിപൊളി അടിപൊളി. ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഉപ്മാവ് മനസ്സിലായ? ഓ ഹെൽത്തി, അടിപൊളി, പെർഫെക്റ്റ്. അല്ല ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു വെച്ചാ
നിങ്ങളിത് ഇത്രയും ടേസ്റ്റ് ചെയ്ത് ഇങ്ങനെ കഴിക്കുന്നത് ഇപ്പോൾ മനസ്സിലായോ നിങ്ങൾക്ക് എന്താ കാര്യം? ഇതൊരു 7 സ്റ്റാർ ഉപ്പുമാവാണ്. ഓക്കെ, അതായത് നിങ്ങൾ കമ്പീറ്റ് ചെയ്യണ ഇതുമായിട്ടാണ് നിങ്ങൾക്ക് ഓർമ്മ വേണം. ഈ തവണ നിങ്ങൾ 2 പേരുടെയും ഡിസ്ക്വാളിഫൈഡ് ആയി 2 പേർക്കും മാർക്ക് കിട്ടാതെ പോയതിന്റെ കാര്യം നിങ്ങൾ വളരെ ലൈറ്റ് ആയിട്ട് എടുക്കണം. ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മൾ ഉണ്ടാക്കിയത് വേസ്റ്റ് സ്റ്റാർ ആയിരുന്നു. 5 സ്റ്റാർ അല്ല, വേസ്റ്റ് സ്റ്റാർ. ഏത് സ്റ്റാർ ആയിരുന്നു? കഴിച്ചപ്പം സ്റ്റാർ കണ്ടില്ലേ? നമുക്ക് ഇത് കഴിയുമ്പോൾ അവിടെ ഞാൻ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുണ്ട്. നിന്റെ ആ കോമഡി അതിനകത്ത് ഇട്ടിട്ട് വേണം കൊണ്ടുപോകാൻ. എന്നിട്ട് അത് കൊണ്ടുപോകാനല്ലേ, വീട്ടിൽ കൊണ്ടുപോകാനല്ലേ കേട്ടോ. അത് എടുത്ത് ഫുള്ളായിട്ട് നമുക്ക് 2 റീൽ ചെയ്യാനുള്ളത്. ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് എന്നുള്ളതാണ്. ആ സ്റ്റാൻഡേർഡ്സിലാണ് നമ്മുടെ ഷെഫ് ഇതിവിടെ മേക്ക് ചെയ്യണത്. നിങ്ങൾ അവിടേക്ക് വളരുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്ന് കരുതി നിങ്ങളുടെ ലിസ്റ്റിൽ ഇതെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷന്റെ കാര്യം എന്താണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഓക്കെ, നമ്മുടെ ഈ ഒരു സംഭവം വളരെയധികം തമാശയായിട്ടാണ് പറയണമെങ്കിൽ കൂടിയും നമുക്കറിയാം നിങ്ങൾ 2 പേർക്കും നിങ്ങൾക്ക് പോയിന്റ് കിട്ടാത്തതിൽ വിഷമമുണ്ട് എന്നുള്ള കാര്യം. പക്ഷേ അടുത്തതിൽ നമ്മൾ വളരെ പൂർവാധികം ശക്തിയോടുകൂടി വന്ന് ആ പോയിന്റ് നേടിയെടുക്കും. നമ്മൾ അവസാനിപ്പിക്കാനായിട്ട് നമുക്ക് റെനിലിന്റെ ഒരു പാട്ട് അവസാനിപ്പിക്കാം. ഓക്കെ അല്ലേ? നല്ല രസം. പഞ്ചാരക്കുഞ്ചിയല്ലേ പൊന്നമ്മേ എത്ര നാളായടി, പഞ്ചാരക്കുഞ്ചിയല്ലേ പൊന്നമ്മേ എത്ര നാളായടി, കെട്ടിലും മട്ടിലും നീ കണ്ടാലൊരു കെട്ടിലമ്മ പോലടി, കെട്ടിലും മട്ടിലും നീ കണ്ടാലൊരു കെട്ടിലമ്മ പോലടി, ആരു മനസ്സിലടി പൊന്നമ്മേ വേലയിറക്കല്ലടി, ആരു മനസ്സിലടി പൊന്നമ്മേ വേലയിറക്കല്ലടി, നേരം പോക്കാണേലും പിന്നെ പിന്നെ കാര്യത്തിലാകുമെടി, നേരം പോക്കാണേലും പിന്നെ പിന്നെ കാര്യത്തിലാകുമെടി, അഞ്ചേരിയപ്പൂട്ടന്റെ കൂടെ വന്ന ആനപ്പാപ്പാനാണോ, അഞ്ചേരിയപ്പൂട്ടന്റെ കൂടെ വന്ന ആനപ്പാപ്പാനാണോ, മീശയും കാരക്കോലും കണ്ടപ്പ നീ നാട് മറന്നല്ലടി, മീശയും കാരക്കോലും കണ്ടപ്പ നീ നാട് മറന്നില്ലടി, കപ്പയും കള്ളുമടി നേരത്തിന് പാപ്പാന് സാപ്പാടടി, കപ്പയും കള്ളുമടി നേരത്തിന് പാപ്പാന് സാപ്പാടടി, ആനയെ കെട്ടിയാലും പൊന്നമ്മ നീ പാപ്പാനെ കെട്ടല്ലടി, ആനയെ കെട്ടിയാലും പൊന്നമ്മ നീ പാപ്പാനെ കെട്ടല്ലടി. ഗംഭീര പാട്ടുമായിട്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. ഏഷ്യനെറ്റ് ബാച്ചിലേഴ്സ് കിച്ചൺ സീസൺ 3 powered by DAC and Persil. See you in the next episode. Take care and bye everyone.